Hello everyone, I'm Samira Ajmal. Today let's explore syllabus for the second grade students for the PCM scholarship examination 2025 and 2026. Okay, so first let's discuss the syllabus, then we'll focus on the model questions and its answers. Okay, ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ സിലബസ് സെക്കൻഡ് ഗ്രേഡ് CBSE സിലബസ് ബേസ്ഡ് ആയിരിക്കും ക്വസ്റ്റ്യൻസ്. അത് സിലബസിൽ നിന്നായിരിക്കും. അത് ഈ ഒരു പാറ്റേണിലാണ് ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, പ്രധാനമായിട്ട് ലാംഗ്വേജ് ആണ് ആദ്യത്തേത്. ലാംഗ്വേജ് അത് വേർഡ് ബിൽഡിംഗ്, അതുപോലെ സെലക്ടിങ് ദ റൈറ്റ് വേർഡ്, സെന്റൻസ് പസിൽസ്, റിഡിൽസ്, റീഅറേഞ്ചിങ് വേർഡ്സ് ഫ്രം മീനിങ് ഫുൾ സെന്റൻസസ്, പിന്നെ മാച്ചിങ് ദ വേർഡ്സ് വിത്ത് സ്യൂട്ടബിൾ പിക്ചേഴ്സ്. ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇതിന് കഴിഞ്ഞ ശേഷം ഡിസ്കസ് ചെയ്യാം. ക്രിയേറ്റിവിറ്റി അത് ഡ്രോയിങ്, പിക്ചർ കംപ്ലീഷൻ, കളറിങ് എ പിക്ചർ. അതായത് ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു ചിത്രം വരക്കാൻ പറയും, അല്ലെങ്കിൽ പിക്ചർ ഇൻകംപ്ലീറ്റ് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ പിക്ചർ കളർ ചെയ്യാനായിരിക്കും പറയുന്നുണ്ടാവുക. പിന്നെ നമ്മുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള അഡീഷനും കൂട്ടലും കുറക്കലും സബ്സ്ട്രാക്ഷനും അതുപോലെ മൾട്ടിപ്ലിക്കേഷനും വരുന്നുണ്ട് സെക്കൻഡ് ഗ്രേഡിന്. അഡീഷനും സബ്സ്ട്രാക്ഷനും 3 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെതാണ്. മൾട്ടിപ്ലിക്കേഷൻ 2 ഡിജിറ്റ്സ് 1 ഡിജിറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന തരത്തിലായിരിക്കും വരുന്നത്. പിന്നെ മണി ബേസ്ഡ്, കറൻസി, കോയിൻസ്, വാല്യൂ ഓഫ് കോയിൻസ്, ഇതൊക്കെ ബേസ്ഡ് ആയിട്ടുള്ള കൗണ്ടിങ്, അതൊക്കെ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ ടൈം, ഡേയ്സ് ആൻഡ് മന്ത്സ്, ക്ലോക്ക് ഒന്നുകിൽ ക്ലോക്ക് വരക്കാൻ, പിന്നെ അല്ലെങ്കിൽ ഒരു ടൈം തന്നാൽ ടൈം കാണിക്കാൻ, കലണ്ടറുമായി ബന്ധപ്പെട്ട ഡേയ്സ് ഓഫ് ദി വീക്ക്, മന്ത്സ്, ഇയർ, ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. പിന്നെ ഷേപ്സ് ആൻഡ് ഒബ്ജക്ട്സ്, പിന്നെ സീരീസ് ബേസ്ഡ് ഓൺ അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ, ഒരു പാറ്റേൺ തന്നിട്ട് ആ പാറ്റേൺ കംപ്ലീറ്റ് ആക്കാനൊക്കെ പറയും. പിന്നെ പ്ലാന്റ് ആൻഡ് ആനിമൽ കിങ്ഡം, ദ ഇമ്പോർട്ടൻസ് ഓഫ് നേച്ചർ, ആനിമൽസ്, ബേർഡ്സ് ആൻഡ് അതർ ലിവിങ് തിങ്സ് ഇൻ ദ നേച്ചർ. പ്രകൃതിയിൽ മൃഗങ്ങളുടെയും പക്ഷികളുടെയും മറ്റു ജീവജാലങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളായിരിക്കും. അനിമൽസ് ആൻഡ് ദെയർ ഫുഡ് ഹാബിറ്റ്സ്, ഇതൊക്കെ അവരുടെ സിലബസ് സെക്കൻഡ് ഗ്രേഡ് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഹ്യൂമൻ ബോഡിയെ കുറിച്ച്, പാർട്സ് ഓഫ് ബോഡി, ഇന്റേണൽ എക്സ്റ്റേണൽ ഓർഗൻസ്, അതിൻ്റെ ഫങ്ഷൻസ്, അതുമായി ബന്ധപ്പെട്ട് ഉള്ള ക്വസ്റ്റ്യൻസ്. വാട്ടർ, പിന്നെ സോഴ്സസ് ഓഫ് വാട്ടർ, യൂസേജ് ആൻഡ് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് വാട്ടർ, ഇതൊക്കെ സിലബസിൽ ഉള്ളതാണ്. അതുമായി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ക്വസ്റ്റ്യൻ ഏത് രീതിയിലാണ് ചോദിക്കുന്നത് എന്നുള്ളത് ചെയ്യാം. ഇനി ഒരു ഭാഗം കൂടെയുണ്ട് ഇതിൻ്റെ. അടുത്ത ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ്, പലതരത്തിലുള്ള ഫുഡിനെ കുറിച്ച്. ഫുഡ് ഫ്രം പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, ആനിമൽസിൽ നിന്നുള്ള ഫുഡ്, പ്ലാന്റ്സിൽ നിന്നുള്ള ഫുഡ്. പിന്നെ ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ്, അതിനെ പറ്റി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ റോഡ് സേഫ്റ്റി, വെഹിക്കിൾസ് ആൻഡ് സേഫ്റ്റി റൂൾസ് ടു ബി ഫോളോഡ് വൈൽ ഡ്രൈവിംഗ്, വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂൾസ് സംബന്ധമായിട്ടുള്ള റോഡ് സേഫ്റ്റി നോംസിനെ കുറിച്ചും, ട്രാഫിക് സിഗ്നൽ, സീബ്ര ക്രോസിംഗ്, ഇതുമായി സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ എനർജിയാണ്, വൈ വി നീഡ് എനർജി, പിന്നെ വേരിയസ് സോഴ്സസ് ഓഫ് എനർജി, ബെനിഫിറ്റ്സ് ഓഫ് യൂസിങ് ഓൾട്ടർനേറ്റീവ് എനർജി, സോളാർ എനർജി, ഇതിനൊക്കെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ സീസൺസ്, ഈ സമ്മർ, അതുപോലെ തന്നെ വിന്റർ, ഇതുപോലെയുള്ള വേരിയസ് സീസൺസ്, ഇന്ത്യയിലെ സീസൺസ്, മൺസൂൺ, ഇതൊക്കെ അതിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ. ക്ലോത്ത്സ്, വെതർ, ക്ലൈമറ്റ് ഇതൊക്കെ ഉണ്ടാവും. പിന്നെ ഹോം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൗസസ് ഇൻ ഡിഫറെൻറ്റ് ഏരിയാസ് ആൻഡ് ഡിഫറെൻറ്റ് ക്ലൈമറ്റ്സ്, ഇതൊക്കെ അവരുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. പീപ്പിൾ ആൻഡ് ദെയർ ഒക്കുപ്പേഷൻ, ജോലി, പ്രൊഫഷൻസ് ആൻഡ് പ്രൊഫഷണൽസ്, പലതരത്തിലുള്ള പ്രൊഫഷൻസ്, മെക്കാനിക്, ഡ്രൈവർ, ടൈലർ, ഡാൻസർ, ഫാർമർ, ഇങ്ങനെയുള്ള ഇതിനൊക്കെ ബുക്കിലുണ്ട്. അതുമായി സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻസ്. ഫേമസ് ഇന്ത്യൻസ്, അതായത് ഫേമസ് ഇന്ത്യൻസ് ഫ്രം വേരിയസ് വോക്സ് ഓഫ് ലൈഫ്, സോഷ്യൽ റിഫോമേഴ്സിൻ്റെ പേര്, ആർട്ടിസ്റ്റിൻ്റെ പേര്, സ്പോർട്സ്മാൻ, റൈറ്റേഴ്സ്, ആക്ടിവിസ്റ്റ്, ഇവരെയൊക്കെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. ഫേമസ് ടൂറിസ്റ്റ് സ്പോട്സ്, പ്രധാന സ്ഥലങ്ങൾ, ടൂറിസ്റ്റ് സ്ഥലങ്ങളെ കുറിച്ചൊക്കെ. പിന്നെ ഫെസ്റ്റിവൽസ്, കൾച്ചർ ആൻഡ് ഹെറിറ്റേജ്, പൊല്യൂഷൻ, എമർജൻസി സിറ്റുവേഷൻസ്, ഇതാണ് സിലബസിൽ വരുന്നത്. ഇതെല്ലാം ടെക്സ്റ്റ് ബുക്കിൽ അവരെ പഠിപ്പിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ കവർ ചെയ്യുന്ന പോയിന്റുകൾ തന്നെയാണ്. അതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ഇനി നൽകാം. 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പേപ്പറാണ്. ആദ്യത്തെ ടിക്ക് ദ കറക്റ്റ് ആൻസർ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് എ സോൾജിയർ. ഇതെല്ലാം ഏകദേശം ആൻസർ ആയിട്ട് വരുന്നതാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്, ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ളത്. Which among the following is the fastest means of communication? Email. Who plans and designs a building? Architect,
Which organ supplies blood to all parts of the body? Heart. Which is the fastest means of traveling? Aircraft. One of the following is not a mammal. Frog. The water we drink must be free from germs. Which of the following is rich in protein? Groundnut. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 9 to 13. സ്പോട്ട് ദ ഓഡ് വൺ ഔട്ട് ആണ്. ഫെബ്രുവരി, മാർച്ച്, ജനുവരി, ഡിസംബർ. ഓഡ് വൺ, ഇതിലെ ഓഡ് വൺ ഔട്ട് ഏതാണ് ആൻസർ? മാർച്ചാണ് ആൻസർ വരുന്നത്. കാരണം ഫെബ്രുവരി, ജനുവരി, ഡിസംബർ ഒക്കെ ഏകദേശം വിന്റർ സീസൺ ആണ് വരുന്നത്. മാർച്ച് എന്ന് പറയുന്നത് സ്പ്രിംഗ് സീസൺ ആണ്, അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ. അടുത്തത് ഓഡ് വൺ ഔട്ട് തന്നെ, സമ്മർ, സ്പ്രിംഗ്, ക്ലൈമറ്റ്, വിന്റർ. ഇതിലേതാണ്? ഒറ്റയാൻ എന്ന് പറയുന്നത് ക്ലൈമറ്റ് ആണ്. ബാക്കി സമ്മർ, സ്പ്രിങ്ങും വിന്ററും ഒക്കെ എന്താണ്? സീസൺസ് ആണ്. ക്ലൈമറ്റ് എന്ന് പറയുന്നത് വെതർ പാറ്റേൺ ആണ്. ഓക്കെ. 11th ക്വസ്റ്റ്യൻ, ടേബിൾ, ചെയർ, ഡെസ്ക്, ഫ്ലാസ്ക്. ഇതിൽ ഒറ്റയാൻ എന്ന് പറയുന്നത് ഫ്ലാസ്ക് ആണ്. ബിക്കോസ് ടേബിളും ചെയറും ഡെസ്കും ഒക്കെ ഫർണിച്ചർ ആണ്. ഫ്ലാസ്ക് എന്ന് പറയുന്നത് കണ്ടെയ്നർ ആണ്. ടൈഗർ, ഗോട്ട്, ലയൺ, ലെപ്പേർഡ്. ഇതിൽ ഓഡ് വൺ ഔട്ട് ഒറ്റയാൻ ഗോട്ട് ആണ്. ടൈഗർ, ലയൺ, ലെപ്പേർഡ് എന്ന് പറയുന്നത് കാർണിവോറസ് ആനിമൽ ആണ്, മാത്രമല്ല വൈൽഡ് ആനിമൽസ് ആണ്. ഗോട്ട് ഹെർബിവോറസ് ആണ്, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ആനിമൽ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഗോട്ട് ഒറ്റയാൻ എന്ന് പറയുന്നത്. പിന്നെ ക്യാരറ്റ്, അനിയൻ, റാഡിഷ്, ബീറ്റ്റൂട്ട്. ഇതിൽ അനിയൻ ആണ് ഒറ്റയാൻ. മാച്ച് ദ വേർഡ്സ് കോളം എ വിത്ത് ദോസ് ഇൻ കോളം ബി ആൻഡ് സി. മാച്ച് ചെയ്യാനാണ് പറയുന്നത്. ഒന്നാമത്തെ രാജ്ഘട്ട്, രണ്ടാമത്തേൽ മഹാത്മാഗാന്ധി, തേർഡില് സമാധിയാണ് ആൻസർ. പിന്നെ വിശ്വനാഥൻ ആനന്ദ്, വേൾഡ് ചാമ്പ്യൻ. തേർഡില് സീല് വേൾഡ് ചാമ്പ്യൻ ആണ്. രണ്ടാമത്തേതിൽ ചെസ് ആണ്. സോണിയാഗാന്ധി, പ്രസിഡന്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ബക്രാനങ്കൽ ഡാം എവിടെയാണ്? പഞ്ചാബ്. അതുപോലെ തന്നെ സത്ലജ്. പിന്നെ സൺ ടെമ്പിൾ എന്ന് പറയുന്ന സൺ ടെമ്പിൾ കൊണാർക്ക്, ഒറീസ. ഇതാണ് അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഇൻ എ വേർഡ് ഓർ ഫ്രേസ്. ഒറ്റ വേർഡിലോ ഒറ്റ വാക്കിലോ അല്ലെങ്കിൽ ഫ്രേസിലോ എഴുതാനാണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ നാഷണൽ ബേർഡ് ഓഫ് ഇന്ത്യ? പീകോക്ക്. സം ഓഫ് ദ ബോഡി പാർട്സ് ആർ ഓൺ ദ ഔട്ട്സൈഡ് ഓഫ് അവർ ബോഡി. വാട്ട് ആർ ദേ കോൾഡ്? നമ്മുടെ ശരീരത്തിന് പുറത്ത് കാണുന്ന അവയവങ്ങളെ നമ്മൾ എക്സ്റ്റേണൽ ഓർഗൻസ് എന്ന് പറയും. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പാത്ത് അക്രോസ് ദ റോഡ് വെർ യു ക്യാൻ ക്രോസ് സേഫ്ലി? അല്ലേ, നമ്മൾ സീബ്ര ക്രോസിംഗ്. വാട്ട് യു കോൾ എ മൾട്ടി സ്റ്റോറീഡ് ബിൽഡിംഗ് വെർ മെനി ഫാമിലീസ് ലീവ്? കുറെ പിന്നെ ഫ്ലോർസ് എല്ലാം കെട്ടിടത്തിൽ നമ്മൾ പറയുന്നത് അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഫ്ലാറ്റ് എന്നാണ്. ഹു വാസ് ഇന്ത്യസ് ഫസ്റ്റ് പ്രസിഡന്റ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. പിന്നെ മേക്ക് 4 വേർഡ്സ് ഫ്രം വേർഡ്സ് ഓഫ് 3 letters ഈച്ച് യൂസിങ് ദ ലെറ്റേഴ്സ് ഓഫ് ദ. അതായത് എലിഫന്റ് എന്നൊരു വാക്ക് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് മാക്സിമം വേർഡ്സ് ഉണ്ടാക്കാനാണ്. അപ്പം നമുക്ക് എന്തൊക്കെ കുറെ ഉണ്ടാക്കാം. ആൻഡ്, ലെറ്റ്, അതുപോലെ തന്നെ നോക്കി ചെയ്താൽ മതി, കുറേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ. പിന്നെ റീഅറേഞ്ച് ദ ജംബിൾഡ് ലെറ്റേഴ്സ് ടു ഗെറ്റ് ദ നെയിംസ് ഓഫ് 4 animals. അവിടെ പിന്നെ കറക്റ്റ് അല്ലാതെ ജംബിൾഡ് ആയിട്ട് ലെറ്റേഴ്സ് തന്നിട്ടുണ്ട്, അത് കറക്റ്റ് വേർഡാക്കി എഴുതണം. ആനിമൽസിന്റെ പേരാണ് കിട്ടുക. ഒന്നാമത്തേത് എന്താണ്? ലയൺ. രണ്ടാമത്തേത് ക്യാമൽ. മൂന്നാമത്തേത് ഡീർ, ഡോങ്കി. ഇതാണ് ആൻസർ. ഓക്കെ. അടുത്തതൊരു റിഡിലാണ്. I was born of Albanian parents. I came to India and became an Indian citizen. I set up a charity home at Calcutta and worked for the poor and sick. I was awarded a Nobel Prize for the noble work. Who am I? Mother Teresaയാണ് correct answer. അടുത്തത്, I am a cave with world famous paintings. I am in Maharashtra. Who am I? ഇത് അജന്ത എല്ലോറ കേവ്സ്. അതാണ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്തത് ഞാൻ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ കമൻറ്റ് ചെയ്യുക, നമുക്ക് ആൻസർ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ആൻസർ ചെയ്തിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തത് കംപ്ലീറ്റ് ദ ക്രോസ് വേർഡ് പസിലാണ്. പസിൽ സോൾവ് ചെയ്യാണ്. ഒന്നാമത്തെ അക്രോസ് ആണ്, അതായത് നേരെ ചെയ്യാനാണ്. ഒന്ന് നമ്പർ ഇട്ടിട്ട് അറിയായിരിക്കുമല്ലോ, പസിൽ ചെയ്തിട്ടുണ്ടാവില്ല. സംതിങ് ദാറ്റ് ഈസ് വെരി സ്വീറ്റ് കളക്റ്റഡ് ബൈ ബീസ്. അപ്പോൾ ഒന്നാമത്തെ അവിടെ ഓൾറെഡി 2 ലെറ്റേഴ്സിന്റെ ബാക്കി ഫില്ല് ചെയ്ത് കൊടുക്കുക. ഡൗൺ, താഴോട്ട്, രണ്ടാമത്തെ താഴോട്ട് എന്താണ്? ദിസ് ഗീവ് അസ് മിൽക്ക്. മൂന്നാമത്തെ പ്രൊവൈഡ്സ് ദ എർത്ത് വിത്ത് ലൈറ്റ് ആൻഡ് എനർജി. 4 ദിസ് ഹാസ് ഹാർഡ് സ്ട്രോങ് തിക്ക് സ്റ്റെം.
അപ്പോൾ ഏതാണ് ആൻസർ എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്തത് കംപ്ലീറ്റ് ദ ഫോളോയിങ് ബൈ ആഡിങ് എ ഫ്യൂ മോർ സെൻറ്റൻസസ്. ഇപ്പോൾ കുറച്ച് സെൻറ്റൻസ് തന്നിട്ടുണ്ട്, പിന്നെ നിങ്ങൾ സ്വന്തമായിട്ട് സെൻറ്റൻസ് എഴുതി കംപ്ലീറ്റ് ആക്കണം. മോഹൻ ആൻഡ് രാമു ആർ നെയ്ബേഴ്സ് ആൻഡ് ഗുഡ് ഫ്രണ്ട്സ്. വൺ ഡേ ദേ വർ ഫിഷിംഗ് sitting on a rock near the river. There was a strong current in the river. Ramu slipped and fell into the river. ബാക്കി നമുക്ക് സ്വന്തം നമ്മുടെ ഇമാജിനേഷൻ ഉപയോഗിച്ച് സെൻറ്റൻസ് എഴുതാവുന്നതാണ്. അത് നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടാണ്, അതുപോലെ തന്നെ ലാംഗ്വേജ് എങ്ങനെ സെൻറ്റൻസ് എഴുതുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അടുത്തത് കംപ്ലീറ്റ് ദ നമ്പർ സീരീസ് 5Z 7Y 9X. എന്തായിരിക്കും അടുത്തതെന്ന് ഇതൊക്കെ കമൻറ്റ് ചെയ്യുക. കിട്ടിയിട്ടില്ലെങ്കിൽ അതും പറയാം. Find the day as you see in the calendar. Anne's tuition master comes home for giving tuition on 5th and 20th of every month. He came home on 5th September, which was Saturday. On what day will he come next? അതാണ് ചോദ്യം. ഓക്കെ, കമൻറ്റ് ചെയ്യുക. അടുത്തത് സൂസൻ bought 3 story books. The books cost 60 rupees, 120 and 180 each. Find the total cost of the books. Addition ചെയ്യുക. അടുത്തത് find from the word grid 4 items used for construction of a building. ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന 4 മെറ്റീരിയൽസിന്റെ ഐറ്റംസിന്റെ പേര് ഈ ഗ്രിഡിൽ ഇതിൽ നോക്കിയിട്ട് എഴുതാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡ്രോ എലോങ് ദ ഡോട്ടഡ് ലൈൻ ആൻഡ് കംപ്ലീറ്റ് ദ പിക്ചർ. റൈറ്റ് 2 sentences അബൌട്ട് ഇറ്റ്. അപ്പം ഈ രീതിയിലും ക്വസ്റ്റ്യൻസ് വരാം. അതായത് കുറേ ഡോട്ട്സ് വന്നിട്ടുണ്ട്, അത് ജോയിൻ ചെയ്തിട്ട് ആ പിക്ചർ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അതിനുശേഷം അതിനെക്കുറിച്ച് 2 സെൻറ്റൻസ് എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് കോപ്പി ഡൗൺ ദ സെൻറ്റൻസസ് ബിലോ നീറ്റ്ലി. പിന്നെ എവിടെയൊക്കെയാണ് ചേഞ്ച് ആവശ്യമുള്ളത് അവിടെ ലെറ്റേഴ്സ് ഒക്കെ മാറ്റാണ്. അതായത് ക്യാപിറ്റലൈസ് ചെയ്യേണ്ടടുത്ത് ക്യാപിറ്റലൈസ് ചെയ്യുക, പഞ്ച്വേഷൻ ചെയ്യേണ്ടടുത്ത് ഫുൾ സ്റ്റോപ്പ് കോമ കുത്തൊക്കെ ചെയ്യേണ്ടടുത്ത് കോമ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്തിട്ട് എവിടെയാണോ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ട് സെൻറ്റൻസ് എഴുതാനാണ് പറയുന്നത്, വീണ്ടും എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 100 മാർക്സിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അതായത് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള പഠിപ്പിക്കുന്ന സെക്കൻഡ് ഗ്രേഡ് CBSE പഠിപ്പിക്കുന്ന ലാംഗ്വേജസ് എല്ലാ സബ്ജക്റ്റിലും പഠിപ്പിക്കുന്ന അതിൽ നിന്ന് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഈ ഒരു പാറ്റേണിലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പം നിങ്ങൾക്ക് ഈ ലാസ്റ്റത്തെ ആൻസേഴ്സ് ഒന്നും കിട്ടിയില്ലെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് മറ്റ് ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക, വേറെ ക്ലാസ്സുകൾക്കോ എന്തോ ആവശ്യമുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ദാറ്റ്സ് ഇറ്റ്. ഐ ആം സമീറ ജമൽ സൈനിങ് ഓഫ്.